മാർക്സ് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല. കാർൽ മാർക്സ് പറയുന്നത് മനസ്സ് എന്ന് പറയുന്നത് പദാർത്ഥത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രതിഭാസമാണ്. മനസ്സിനെ പ്രാതിഭാസികമായിട്ട് ഒരു പരിധിവരെ നിഷേധിച്ചുകൊണ്ടാണല്ലോ മാർക്സിയൻ തത്വശാസ്ത്രം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് മനസ്സിനെ വളരെ ആത്മനിഷ്ഠമായി സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. തത്വചിന്തകന്മാരുൾപ്പെടെ മനസ്സ് ഒഴിവാക്കാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ പദാർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. പക്ഷേ സാറിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അത് സമഷ്ടികമായിട്ടുള്ള കോസ്മിക് മൈൻഡുമായിട്ടുള്ള താരതമ്യത്തെക്കുറിച്ചാണ്. ആദ്യമായിട്ട് വ്യക്തിയുടെ മനസ്സ് മെറ്റീരിയലാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ പദാർത്ഥം എന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് വിശകലനം ചെയ്താൽ മാത്രമേ നമുക്കിതിലേക്ക് കടക്കാനൊക്കുള്ളൂ. സാധാരണ ഭാരതീയമായിരിക്കുന്ന ശാസ്ത്രങ്ങളിൽ പൃഥ്വിതത്വത്തിൽ, അതായത് പഞ്ചഭൂതങ്ങളിൽ സോളിഡിറ്റി ഉള്ളത്, പൃഥ്വിതത്വത്തിലുള്ളതിനെ മാറ്റർ എന്ന് വിളിക്കാം. അതിൻ്റെ തൊട്ട് മുകളിൽ ലിക്വിഡിറ്റിയുള്ള ജലതത്വത്തിലുള്ള വിഷയങ്ങളെയും മാറ്റർ എന്ന് വിളിക്കേണ്ടി വരും. അതിൻ്റെ തൊട്ട് മുകളിൽ അഗ്നിതത്വത്തെയും മാറ്റർ എന്ന് വിളിക്കേണ്ടി വരും. അതിൻ്റെ തൊട്ട് മുകളിൽ വായുതത്വത്തെയും മാറ്റർ എന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ ഡൈനാമിസം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുണ്ട്, അല്ലെങ്കിൽ ഡോർമൻ്റായ ഡൈനാമിസം ഉണ്ട്, മാറ്ററിലെ പോലെ, ഈ സോളിഡ് മാറ്ററിലെ പോലെ. അപ്പോൾ ഇതിൽ ഈ നാലെണ്ണം മാത്രം 4 എലിമെൻസിനെ മാത്രം കിഴക്കോട്ട് പോകുന്തോറും 4 എലിമെൻറ്റ്സ് മാത്രം ഗൗരവമായി കണ്ടുവരുന്നതിൻ്റെ കാരണം അതാണ്. സ്പേസ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ഒരു അമൂർത്തമായിരിക്കുന്ന അവസ്ഥ അതിനുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പം പദാർത്ഥ രൂപീകരണത്തിൽ, ഈ പദാർത്ഥമായി തീരുന്നതിൽ ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ മനസ്സ് ഇവയെല്ലാം അടങ്ങുന്നതാണെങ്കിലും ഇവ മാത്രമാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. സാർ ഇന്നലെ സംസാരിച്ചപ്പോൾ സാറ് പറയുകയുണ്ടായി, പദാർത്ഥത്തിൽ ഊന്നിയാണല്ലോ നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ ശരീരം എന്ന് സൂചിപ്പിച്ചു. എന്നാൽ സൂക്ഷ്മമായിരിക്കുന്ന അവസ്ഥകളിൽ അതിന് പദാർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ പദാർത്ഥമില്ല എന്നാണ് താൽക്കാലികമായ കണക്കുകൂട്ടൽ. എന്നാൽ ഇപ്പം നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, സൂക്ഷ്മ രൂപത്തിലിരിക്കുന്ന പ്ലാസ്മ ബോഡികളിലും അത്തരത്തിലുള്ള പ്രാപഞ്ചിക കണികകളിലും പലപ്പോഴും ഇങ്ങനെയുള്ള ഡോർമെൻ്റ് മെൻ്റൽ ആക്ടിവിറ്റികൾ ഉണ്ടാകുന്നു എന്ന് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് പദാർത്ഥത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ സൂക്ഷ്മമായിരിക്കുന്ന അവസ്ഥയെപ്പോലും അത് തുടരുന്നു എന്ന് പറയേണ്ടതായ ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇത് വളരെ സങ്കീർണമായൊരു വിഷയമാണ്. കാരണം ഇതിൽ പലതും നമ്മളിനി ശാസ്ത്രം കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അഥവാ ഈ കണ്ടുപിടിച്ചിട്ടുള്ള പലതും നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. ക്വാണ്ടം ഫിസിക്സ് തന്നെയും നമ്മുടെ ഇടയിൽ അധികം പ്രചാരമുള്ളതല്ല. ക്വാണ്ടം ഫിസിക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രചാരത്തിലുണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ നാരായണഗുരുദേവൻ്റെ ചികിത്സകളെക്കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ പല കാര്യങ്ങളെയും ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും. പക്ഷെ അത് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലല്ലാത്തതുകൊണ്ട്, അധികം പ്രചാരത്തിലല്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാർക്ക് പോലും പലർക്കും അറിയില്ല. പണ്ഡിതന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് ഇതൊക്കെ അവർ പഠിച്ചവരാണ്, അവർക്കിത് അറിയാം, അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നുമില്ല. അപ്പോൾ
സൂക്ഷ്മമായ മാനസികാവസ്ഥകൾക്ക് ഇത്തരത്തിലുള്ള, അതായത് വൈറസുകൾ പോലെ അല്ലെങ്കിൽ പ്ലാസ്മ ബോഡികൾ പോലെ ഒക്കെയുള്ള ചില പ്ലാറ്റ്ഫോമുകൾ, ആവാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ആവാസ വ്യവസ്ഥകൾ എന്നൊക്കെ വിളിക്കാമേന്, അത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ മിക്കവയ്ക്കും അത്തരൊരു സ്ഥാനീയതയുണ്ട് എന്ന് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സ്ഥാനീയത വ്യക്തമല്ല. അപ്പോൾ സ്ഥാനീയത വ്യക്തമല്ലാതിരിക്കുന്നിടത്തോളം കാലം വെറുതെ നമ്മളൊരു അടിസ്ഥാനരഹിതമായൊരു വിശദീകരണം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് ആനന്ദമാർഗത്തിൻ്റെ സ്ഥാപകൻ ശ്രീ 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 ആനന്ദമൂർത്തിയാണ്. ഈ ശ്രീ 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 എന്നുള്ള 3 ശ്രീകൾ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് ആനന്ദമൂർത്തിയുടെ പേരിലാണ്. അതിനുശേഷം ഒരു ശ്രീ കുറച്ചിട്ടാണ് പിന്നെയുള്ളവർ ഉപയോഗിച്ചു തുടങ്ങിയത്. ആനന്ദമൂർത്തി പ്രഭാതരഞ്ജൻ സർക്കാർ എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം റെയിൽവേയിലൊരു കൽക്കട്ടയിലൊരു ഗുമസ്തനായിരുന്നു, ഒരു ക്ലാർക്കായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം ബോധോദയമുണ്ടായി. അദ്ദേഹം ജോലി രാജിവെച്ച് ഇറങ്ങിയായിരുന്നു. വളരെ നല്ല സാഹിത്യം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആനന്ദമാർഗം കാബാലിക മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നൊരു സ്ട്രാറ്റയാണ്, ബംഗാളിലെ ഒരു സ്ട്രാറ്റയാണത്. അതിനവിടെ നിലനിൽക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അത് മറ്റ് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ സ്വീകാര്യത കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നീട് അതിനെ ഒരു ശരിയായ രീതിയിലുള്ള സംഘടനയായിട്ടല്ലാതെ ഒക്കെ മാറിയതാണോ അതിനി കണ്ടതാണോ എന്നുള്ള ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലേ ശരിയാകും. എന്തായാലും ശ്രീ ശ്രീ ആനന്ദമൂർത്തിയുടെ ഗ്രന്ഥങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ രചനകളിൽ അദ്ദേഹം ഇവയെ മൈക്രോവിറ്റകൾ എന്ന് വിളിക്കുന്നുണ്ട്. മൈക്രോവിറ്റകൾ. അദ്ദേഹം ഈ മൈക്രോവിറ്റയുടെ കൂട്ടത്തിൽ വൈറസുകളെയും ഉൾപ്പെടുത്തും. അദ്ദേഹം വളരെ വിശദമായി ഇത്തരത്തിലുള്ള ഈ നാശകരമായിരിക്കുന്ന, സർവനാശകാരിയായിരിക്കുന്ന, വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ സർവനാശകാരിയായി തീരാവുന്ന മനോഭാവമുള്ള വൈറസുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എത്രയോ നാൾ മുമ്പേ. നിർഭാഗ്യവശാൽ ഇതുവരെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് പേര് എല്ലായിടത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്. കഴിഞ്ഞ വിൻ്റർ സ്കൂളിന് ആനന്ദമാർഗത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ, അതിന് വളരെ പ്രചാരകനാണ്, അദ്ദേഹം വിളിച്ചിരുന്നു. ഞാൻ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പക്ഷേ നമ്മൾ പകൽ നടക്കുന്ന ക്ലാസ്സുകൾ സമയത്തല്ലാതെ വൈകുന്നേരം ഒരു ക്ലാസ് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അതിന് അദ്ദേഹത്തിന് സൗകര്യമില്ല എന്നുള്ള രീതിയിൽ എന്താണെന്ന് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അത് മാറിപ്പോയി, പിന്നീട് അത് നടന്നുമില്ല. ഈ മൈക്രോവിറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വൈറസുകൾ പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഭാരതീയ ചിന്താഗതികളിൽ കടന്നു വരുന്ന പൗരാണിക കഥാപാത്രങ്ങളായ യക്ഷ, കിന്നര, ഗന്ധർവാദി, വിദ്യാധര എന്നൊക്കെ പറഞ്ഞുള്ള വിദ്യാധരാദി സൂക്ഷ്മജീവികൾ, ശരീരം നമ്മുടേതായൊരു ശരീരമല്ലാത്ത, ഈ സ്ഥൗല്യം ആയിരിക്കുന്ന, അതായത് സ്ഥൂലമായിരിക്കുന്ന നമ്മളിപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്ന ശരീരമല്ലാത്ത തരത്തിലുള്ള ശരീരങ്ങളുള്ളത്, അവയ്ക്കെല്ലാം ഒരു ഫിസിക്കൽ സ്ട്രക്ചറുണ്ട്. ആ ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന് പറയുന്നൊരു ഡിവിഷനിലല്ല ഇരിക്കുന്നത്. അങ്ങനൊരു കോമ്പൗണ്ടല്ല. കോമ്പൗണ്ട് വ്യത്യാസമുണ്ട്. കോമ്പൗണ്ട് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഈ കോമ്പോസിഷനെക്കുറിച്ച് പറയുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കോമ്പോസിഷനെക്കുറിച്ച് പറയുന്നില്ല. കോമ്പോസിഷനെക്കുറിച്ചല്ലാതെ അദ്ദേഹം മറ്റ് ചില വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അത് പറഞ്ഞു പോയത് കൊണ്ട് അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും മാന്യത. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഒരുവൻ സംഗീതജ്ഞനാവുന്നത്, അല്ലെങ്കിൽ നർത്തകനാവുന്നത്, അല്ലെങ്കിൽ
ധനം സമ്പാദിക്കുന്നവനാകുന്നത് ഒക്കെ ഈ മൈക്രോവിറ്റുകളുടെ ആവേശം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അപ്പോൾ അതെന്താ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിൽ എത്രമാത്രം ധനസമ്പാദനത്തിന് സ്വഭാവമുള്ള, അതായത് ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അധ്വാനത്തിൽ മനുഷ്യൻ ഏർപ്പെടുമ്പോൾ സമ്പാദിക്കുന്നത് എക്സ്ട്രലായിട്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ എലിമെൻറ്റുകളെയാണ് അദ്ദേഹം പറയുന്നത്. അവയെ അദ്ദേഹം ഒരു അർത്ഥാർത്ഥിയായിരിക്കുന്ന ഒരു മനുഷ്യൻ സമ്പാദിച്ച് അർത്ഥമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. സംഗീതജ്ഞൻ സംഗീതമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. സൗന്ദര്യത്തിന് വേണ്ടിയുള്ളത് സുന്ദരനായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല ഘടകങ്ങൾ, ബേസിക്കായിട്ടുള്ള ശരീരഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഇൻഫർ ചെയ്യുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ ഇൻഫർ ചെയ്യുന്നത്. എൻ്റെ തെറ്റായിരിക്കാൻ വഴിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച പണ്ഡിതന്മാർ ഒരുപാട് പേര് ശ്രോതാക്കളായിട്ടൊക്കെ കേരളത്തിലൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുവൻ ജനിക്കുമ്പോൾ അവൻ കൊണ്ടുവരുന്ന ഒരു അസറ്റ് ഉണ്ടാകും. അതിന് പുറമേ അവൻ്റെ അധ്വാനത്തിലൂടെ ഈ പറഞ്ഞ എലിമെൻറ്റുകളെ വീണ്ടും സമ്പാദിക്കുകയും അതനുസരിച്ച് അവൻ്റെ ഗാനം, അവൻ്റെ കല, അവൻ്റെ ചിത്രരചന, അവൻ്റെ സൗന്ദര്യം, അവൻ്റെ ധനം, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിൽ അവരുടെ പങ്കോടുകൂടി അവൻ നിർവഹിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. മാഡം ബ്ലാവസ്കിയുടെ പുസ്തകങ്ങളിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പോലും ഇതേക്കുറിച്ച് പരാമർശങ്ങൾ നിർബന്ധമായി ഉണ്ടായിത്തീരുള്ളൂ. കാരണം എസ്റ്റൽ വേൾഡുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് ലെഡ്ബീറ്ററിനും അതുപോലെ തന്നെ മാഡം ബ്ലാവസ്കിയും ഒരു പരിധിവരെ കൃഷ്ണമൂർത്തിക്കും ഈ വിവരങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവർ മൂന്നുപേരെ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അവരിൽ ആരൊക്കെ അത് പബ്ലിക്കായിട്ട് എഴുതിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നോ നമുക്കറിയാൻ വയ്യ. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. എന്തായാലും ഈ പറഞ്ഞ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, സാർ ചോദിച്ചതുപോലെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് നമ്മുടെ രൂപത്തിലല്ലെങ്കിൽ പോലും മറ്റൊരു രൂപത്തിൽ ഫിസിക്കലായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. ആ ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ നമ്മൾ ഭൗതികമായിട്ട് കാണുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ഭൗതികമായിരിക്കുന്ന അവസ്ഥയല്ല. നമ്മുടെ ഭൗതികം എന്ന് പറയുന്നത് എന്താണ്? പാഞ്ചഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെ മാത്രമേ നമ്മൾ ഭൗതികം എന്ന് വിളിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഗ്യാസുകൾ പോലും അല്ലാത്ത, വാതകങ്ങളുടെ സ്വരൂപം പോലും അല്ലാത്തവയും സ്പേഷ്യൽ ആയിട്ടൊരു എൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വായുവും പോലും അല്ലാത്ത എലിമെൻ്റുള്ള, അതായത് പൃഥ്വി, ഈ 4 എലിമെൻ്റ് അല്ലാത്ത, ഒട്ടും ഗ്രോസ് അല്ലാത്ത, സബ്റ്റിലസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥത്തിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും സ്പേഷ്യലായിട്ട് ഒരു സ്പേസ് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ ഒരു വസ്തുവായിട്ട്, ഭൗതിക വസ്തുവായിട്ട് തന്നെ കാണേണ്ട സാഹചര്യം സയൻസിനുണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഇന്ത്യയിലെ സ്പേസ് എന്ന് പറയുന്ന, ആകാശം എന്ന് പറയുന്നൊരു തത്വത്തിന് പ്രസക്തി വരുന്നത്. അപ്പോൾ ഈ 4 കാര്യത്തിലും അല്ലാതെ ആകാശ തത്വത്തിൽ അങ്ങനെ ഒരു സ്പേഷ്യലായിട്ടൊരു എലിമെൻറ്റിൽ അസ്തിത്വമുള്ള യൗകിക വസ്തുക്കൾ, മൂലകങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളേതാണ്ട് അത്തരത്തിലുള്ള സങ്കല്പങ്ങളെയും കൊണ്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ 4ാമത്തെ 5ാമത്തെ സ്റ്റേറ്റിനകത്തും പദാർത്ഥങ്ങളുടെ സാന്നിധ്യം, പദാർത്ഥങ്ങളുടെ ആവിർഭാവം ഒക്കെ നമ്മൾ ഇൻവിസേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാനസികാവസ്ഥകൾ, ഇതൊക്കെ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യമാണ് രണ്ടാമത് വരുന്നത്. മനസ്സിനെ വിശ്വസിക്കുന്നവരും മനസ്സിനെ വിശ്വസിക്കാത്തവരുണ്ട്. കാർൽ മാർക്സ് പറഞ്ഞതുപോലെ ഭൗതികവാദികൾ മനസ്സൊരു പ്രതിഭാസമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഭാരതത്തിലെ ആത്മീയ വിദ്യയോ മറ്റ് ഇവരെല്ലാം സംസാരിച്ച ആത്മീയ വിദ്യകൾ എടുത്തു നോക്കിയാൽ ശരീരമാണ് പ്രതിഭാസം എന്നാണ്. മനസ്സാണ് ആ ശരീരത്തെ ഉണ്ടാക്കുന്നത്. മനസ്സിൻ്റെ വൃത്തികളിൽ കൂടി
ശരീരത്തെ നിർമ്മിക്കുന്നു, മനസ്സ് ആ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ നിയന്ത്രിക്കുന്നു, മനസ്സ് അതിൻ്റെ ഗതിവിഗതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിന് വേണ്ട സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുന്നതും മനസ്സ് തന്നെ, അതിൽ നിന്ന് ചാടുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്നതും മനസ്സ് തന്നെ. അപ്പോൾ പ്രതിഭാസം അവിടെ ശരീരമായിട്ടാണ് കാണുന്നത്, മനസ്സാണ് റിയാലിറ്റി ആയിട്ട് വരുന്നത്. പക്ഷേ ഈ മനസ്സ് കമ്പാരിറ്റീവ്ലി നമുക്ക് സ്ഥൂലത ഇല്ലാത്തതുകൊണ്ട്, സ്ഥൗല്യം അല്ലാത്തത് കൊണ്ട് നമുക്കതിനെ അംഗീകരിക്കാൻ പാടായിട്ട് വരും. അപ്പം മനസ്സിനെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ മനസ്സിനെ അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ പോലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിനെ അംഗീകരിച്ചേ വെക്കുള്ളൂ. തത്വത്തിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സെന്ന് പറയുന്നൊരു സംഗതി അവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭൗതികവാദം നിൽക്കുന്നിടത്തോളം ഭൗതികവാദത്തിൻ്റെ പാർലൻസിൽ ഒരു പക്ഷേ പദാർത്ഥം രഹിതമായിരിക്കുന്ന ഒരു മനസ്സിന് പ്രസക്തിയില്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് എവിടെ ഏത് രൂപത്തിലായിരുന്നാലും, ഈ പാഞ്ചഭൗതികമായിരിക്കുന്ന ഏത് രൂപത്തിലിരുന്നാൽ പോലും അവയ്ക്ക് ഒരു ശരീരമുണ്ട്. അവരുടേതായ ഒരു ശരീരത്തെ, അവയുടേതായ ഒരു ശരീരത്തിൽ കൂടി അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ കൊറോണ തന്നെ ഇരിക്കുന്നു, കൊറോണ വൈറസ് തന്നെ ഇരിക്കുന്നു. അത് ജീവനുള്ള വസ്തുവല്ല, ഒരു ജീവിയല്ല. പക്ഷേ അതിന് ജീവനുള്ള വസ്തുവിനെ പോലെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു. ഒരു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിനൊരു ജീവനുള്ള വസ്തുവിനെ പോലെ ഒരു പർട്ടിക്കുലർ മിഷനിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതിന് കുറേ പർട്ടിക്കുലർ മിഷൻസ് ഉണ്ട്. ആ മിഷൻസ് മാത്രം അതിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഓരോ ജീവജാലങ്ങളുടെ കാര്യത്തിലും ചില പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളിൽ കൂടിയാണ് അവ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ആ പ്രോഗ്രാമുകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനാകുന്നുണ്ട്. അത് മനുഷ്യനെ നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഓരോ വ്യക്തിയും അവൻ്റേതായ പ്രോഗ്രാമുകൾക്കകത്ത് പെടുന്നു, അറിഞ്ഞോ അറിയാതെയോ. ചിലർ അച്ഛനമ്മമാരുടെ പ്രോഗ്രാമിനകത്ത് പെടുന്നു, ചിലർ അങ്ങനെ അല്ലാതെ അവരവരുടേതായ വിവരം വയ്ക്കലിൽ കൂടി അവരവരുടേതായ പ്രോഗ്രാം ഉണ്ടാക്കി ചിലപ്പോൾ അത് വിജയിക്കുന്നു, ചിലർ പരാജയപ്പെടുന്നു. ഈ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുകയും ആ പ്രോഗ്രാമിന് ആവശ്യമായുള്ള റോ മെറ്റീരിയൽസ്, പ്രോസസ്സസ് ഇതൊക്കെ സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാം വിജയിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആ പ്രോഗ്രാം പരാജയപ്പെടുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു വിശ്രമം വന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു അധ്വാനത്തിന്, പരിശ്രമത്തിന് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം വിജയിക്കുന്നില്ല. അപ്പം ഇതൊന്നും ഈ ജാതി വസ്തുക്കൾക്ക് ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ആ പ്രോഗ്രാമിനൊരു തടസ്സമില്ല. വൺസ് ദേ എൻ്റർ ഇൻ ടു ഹ്യൂമൻ ബോഡി ദേ ബിക്കം സക്സസ്ഫുൾ. അവർ ചെയ്യേണ്ട ജോലികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ശരീരത്തിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഒരാൾ രക്ഷപ്പെടാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവരുടെ ജോലിക്ക് കുറവൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളും അത്തരത്തിലുള്ള വളരെ ഇത്രയും രാഷ്ട്രങ്ങളെ പിടിച്ച് കെട്ടാൻ പറ്റിയ എല്ലാം കൂടെ ഇപ്പോൾ 1.5 ഗ്രാമിൽ കഴിഞ്ഞ് 2 ഗ്രാമോളമായി എന്ന് പറയുന്നു. ആകെപ്പാടെയുള്ള മാറ്റർ. സാർ ചോദിച്ച മാറ്റർ ആയതുകൊണ്ട് അതും കൂടെ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 2 ഗ്രാമാണ് അത്ര. 1.5 ഗ്രാം ആയിരുന്നു കുറച്ച് നാൾ മുമ്പ് കേട്ടത്. ഇപ്പോൾ 2 ഗ്രാമാണ് എല്ലാം കൂടെ ലോകത്ത് ഈ വൈറസ് മൊത്തത്തിലുള്ള വെയിറ്റ് എന്നാണ് പറയുന്നത്. എനിക്ക് സയൻസ് വലിയ പിടിയൊന്നുമില്ല, ഞാനിവിടെയോ വായിച്ച കാര്യമാണ്. അപ്പോൾ ഈ 2 ഗ്രാം വൈറസിന് എന്തുമാത്രം നാശം വിതയ്ക്കാൻ സാധിച്ചു. എത്ര പേര് ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ആലോചിച്ചു. എത്ര പേര് ദുഃഖിക്കുന്നു, എത്രമാത്രം നഷ്ടങ്ങളുണ്ടാക്കി, എത്രയോ ആളുകളുടെ ഉപജീവന മാർഗം മുടക്കുന്നു, എത്രയോ സ്വപ്നങ്ങൾ തകർന്നു പോകുന്നു. നല്ല സ്വപ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളും അതിനുണ്ട്. പല വലിയ വലിയ നേതാക്കന്മാരുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്നതുകൊണ്ട് വഴി മനുഷ്യർ ഒരുപാട് പേര് രക്ഷപ്പെടുന്നുണ്ട്, അങ്ങനെ അല്ലാത്തതുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിക്കുന്നതിന് വേണ്ടി അവയെല്ലാം പ്രേരഘടകമായിട്ട് ഒരു കാറ്റലിസ്റ്റിക് ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ അതിൻ്റെ ഏകാഗ്ര ബുദ്ധി, അതിനെ ബുദ്ധി എന്ന് വിളിക്കാനൊക്കില്ല, ഏകാഗ്രമായിരിക്കുന്ന ഒരു മിഷൻ അതിനെ സഹായിക്കുന്നുണ്ട്. അവിടെ മനസ്സ് എന്ന് പറയാനൊക്കില്ല. പക്ഷെ മനസ്സിൻ്റെ ഘടന, ഇനി മനസ്സിൻ്റെ ഘടന വച്ചുകൊണ്ട് വിശകലനം ചെയ്യേണ്ട ഒരു അടുത്ത പടി അതാണ്. അതിപ്പോൾ മനസ്സിനെ നമ്മളിപ്പോൾ ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നവർ മനസ്സിന് ചഞ്ചലമായിരിക്കുന്ന ചിന്തകളോടും ലീനിയറായിട്ടുള്ള തോട്ട്സും സർക്കുലറായിട്ടുള്ള തോട്ട്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇതെല്ലാം മനുഷ്യനെ സംബന്ധിക്കുന്നതാണ്. മനുഷ്യന്
സർക്കുലർ തോട്ട് എന്ന് പറയുന്നത് റിലീവിങ്ങും ലീനിയർ തോട്ട് എന്ന് പറയുന്നത് ബൈൻഡിങ്ങുമായിരുന്നു. മനുഷ്യനെ രേഖീയമായിരിക്കുന്ന ചിന്തകൾ വീണ്ടും 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 അതിനകത്ത് ബന്ധിച്ചുകൊണ്ട് പോകുന്നു. വൃത്തത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകൾ, ഒരു കേന്ദ്രത്തെ ചുറ്റിപ്പറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകൾ അവനെ ബൈൻഡ് ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ഇത് തന്നെയാണോ മറ്റ് ജീവജാലങ്ങളിലുള്ള സ്ഥിതി എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആലോചിച്ചു. ജീവജാലങ്ങൾക്ക് മാനസിക വൃത്തിയില്ല, ശരി, സമ്മതിച്ചു. പക്ഷെ മനുഷ്യനുമായിട്ട് ഇടപെടുന്നപ്പോൾ ആനിബസൻ്റെ എന്നെ എഴുതിയിട്ടുണ്ട്, ആനിബസൻ്റെ പൂച്ചയെക്കുറിച്ച് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മനുഷ്യനുമായിട്ട് ഇടപഴകുന്ന ജീവജാലങ്ങൾ, അവരുടെ മാനസിക വൃത്തി, ആ മാനസിക വൃത്തിയിൽ ലീനിയർ തോട്ടോ സർക്കുലർ തോട്ടോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ അറിയാം? വാസ്തവത്തിൽ അവിടെ എൻ്റെ വിശ്വാസം, എൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് അതൊക്കെ സർക്കുലർ തോട്ടുകളാണ്. ആ സർക്കുലർ തോട്ടുകളായതുകൊണ്ട് അവർ വളരെ ഏകാഗ്രതയോടുകൂടിയാണ് അവരുടെ ആക്ടിവിറ്റികളിൽ ശ്രദ്ധിക്കുന്നത്. അവരുടെ ധ്യാനാത്മകത അതിൽ വളരെ വ്യക്തമാണ്. ഒരു പൂച്ചയെ നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ വളർത്തുന്നൊരു പൂച്ചയെ നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ വളർത്തുന്നൊരു പൂച്ചയും ഒരു വൈൽഡ് കാറ്റ്, അതായത് കടുവ, പുലി, സിംഹം മുതലായ വലിയ പൂച്ചകൾ, അവയെ നിരീക്ഷിക്കുന്നത് നമ്മുടെ ഈ ഫിലിഡേ ഫാമിലിയിൽപ്പെട്ട ജന്തുക്കളാണ് ഇവയെല്ലാം. പക്ഷേ ഇവയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു മാസം മെനക്കെട്ടിരുന്ന് ചാനലുകളൊക്കെ കണ്ട് നമുക്ക് പഠിക്കാൻ വേണമെങ്കിൽ അവയിലുള്ള ഓരോ കാര്യങ്ങളിൽ കാണിക്കുന്ന ആഭിമുഖ്യം, സ്വഭാവം, ഇതൊക്കെ ഒരേ വർഗത്തിൽ ജനിച്ചതാണെങ്കിൽ പോലും അവയിൽ മനുഷ്യനുമായിട്ട് ഇടപഴകുന്നതിലുള്ള വ്യത്യാസം നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണോ ഇനി വാസ്തവത്തിൽ അവിടെ ലീനിയർ തോട്ട് റിലീവിങ് ആണോ, അവിടെ ബൈൻഡ് ചെയ്യുന്നതാണോ? ഇതിനകത്ത് വേറൊരു രസം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സർക്കുലർ തോട്ടുകളെന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു സെൻട്രിക്കായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, കോൺസെൻട്രേറ്റഡായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ ഒരു ബൈൻഡിങ് ആണ്. ഫിസിക്കലി ഇറ്റ് ഈസ് എ ബോണ്ടേജ്. ലീനിയർ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയിൻ പോലെ നീണ്ടു, എന്നാൽ സ്വഭാവത്തിൽ, പ്രോപ്പർട്ടിയിൽ രണ്ടും നേരെ തിരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ സർക്കുലർ തോട്ട് എന്ന് പറയുന്നത് റിലീവിങ് ആണ്, മനസ്സിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയിലേക്ക് വരുന്നത്. ലീനിയർ തോട്ട് എന്ന് പറയുന്നതോ ഒന്നിന് പുറകെ ഒന്നായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയോ അതൊരു ചങ്ങല തന്നെയായിരിക്കും. കാണുന്ന പോലെ ഒരു ശൃംഖല ഉണ്ടാക്കി ആ ചിന്തകളുടെ ശൃംഖല നമ്മളെ ബന്ധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് അതിനകത്ത് പ്രകടമായ വ്യത്യാസം. ലീനിയറായിട്ടും സർക്കുലറായിട്ടുമുള്ള തോട്ടുകൾ അവരുടെ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ധർമ്മമാണ് പുലർത്തുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നു. അപ്പോൾ ഈ മനുഷ്യനല്ലാത്ത ജീവികളെ സംബന്ധിച്ചിടത്തോളം, സൂക്ഷ്മജീവികൾ ഉൾപ്പെടെയുള്ളിടത്ത് മനസ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ള ആലോചനയും ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിലുള്ള ജീവികളല്ലാത്ത, ബയോളജിക്കൽ ജീവിതം ഇല്ലാത്തത് എന്നർത്ഥമുള്ളൂ. ബയോളജിക്കലി ദേ ആർ നോട്ട് ജീവിസ്, അത്രയേ ഉള്ളൂ. അതൊരു പരിമിതിയാണ്. അപ്പോൾ ആ പരിമിതിയിൽ ഉൾപ്പെടാത്ത ഘടകങ്ങളെ സംഗതികളെ സംബന്ധിച്ചിടത്തോളം അവ പലപ്പോഴും ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി, വൺ പോയിൻറ്റഡ് ആയിട്ടുള്ള തോട്ടോടുകൂടി, സർക്കുലർ തോട്ടുകൾ തന്നെയായിരിക്കും അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അതിന് ലീനിയർ തോട്ടുകളുടേതായ ഡിഫറൻസസ് ഒന്നും, ഡീവിയേഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഒരേ വൺ പോയിൻറ്റഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈൻഡുകൾക്ക് ഫിസിക്കൽ ബോഡി ഉണ്ടോ? ഇല്ല. പിന്നെ എന്തോന്നുണ്ട്? അവർക്കൊരു ഷെല്ലും അതിൻ്റെ ഒരു ഘടനയും ഉണ്ട്. അത് വളരെ മൈക്രോ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ആ മൈക്രോ ആയിട്ടുള്ള അവസ്ഥയെ നമ്മുടെ ഇപ്പോൾ സോപ്പ് പത കൊണ്ടോ ഒക്കെ ഇല്ലാതാക്കി കളയാം, ഷെല്ല് പൊട്ടിച്ച് കളയാമെന്നൊക്കെയാണല്ലോ ഇപ്പോൾ സയൻസ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ തല പദാർത്ഥങ്ങളുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ പദാർത്ഥം എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളൊരു പദാർത്ഥം തന്നെയാണ്. ആ പദാർത്ഥം പ്രകൃതിയുടെ ഭാഗമാണല്ലോ, സംശയമൊന്നുമില്ല. ആ പ്രകൃതിയുടെ ഭാഗമായി നമുക്ക് പരിചയമുള്ള പദാർത്ഥങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തത് ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ഏക വഴി. അപ്പോൾ അവയിൽ പദാർത്ഥത്തിൻ്റെ ആവശ്യം, പദാർത്ഥത്തിൻ്റെ സ്വഭാവം ആ മനസ്സുകൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവിടെ പദാർത്ഥത്തിൻ്റെ സൂക്ഷ്മമായ രൂപത്തിൽ അവിടെയും ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ശ്രീ 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 ആനന്ദമൂർത്തിയുടെ പ്രസ്താവങ്ങളോട് നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടി വരുന്നത്. കോസ്മിക് മൈൻഡിലേക്ക് നമുക്ക് വരാം. കോസ്മിക് മൈൻഡ് എന്ന് പറയുമ്പോഴേ കോസ്മിക് മൈൻഡിൻ്റെ പദാർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ആ സ്പേസ് എന്ന് പറയുന്നത്. ആ സ്പേസിലാണ്, ആ സ്പേഷ്യലായിട്ടൊരു എൻറ്റിറ്റിയാണത്. അതിനെ നമുക്ക് നത്തിങ്നെസ് എന്ന് വിളിക്കാവുന്നതാണ്. ബൗദ്ധന്മാരെ അതിനെ നത്തിങ്നെസ് എന്ന് വിളിക്കുന്നു, വേദാന്തികളതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു, ഇനി മറ്റ് പല ആൾക്കാരും പലതായിട്ട് വിളിക്കുന്നു. അപ്പോൾ അത് കോസ്മിക് മൈൻഡ് എന്ന് പറയുന്നത് കോസ്മിക് മൈൻഡ് മാത്രമാണോ? അപ്പോൾ ബാക്കിയെല്ലാം എവിടെ പോയി എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു തോട്ടിൻ്റെ പ്രൊജക്ഷൻ ആവശ്യമായിട്ടിരിക്കുന്നു. സാഖ്യന്മാരും പറയുന്നതാണ്. ഇക്വിലിബ്രിയം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായി തുടങ്ങുന്നു. സത്വരജസ് തമോ ഗുണങ്ങൾ ഒരേപോലെ സന്തുലിതാവസ്ഥയിൽ ഒന്നും സംഭവിക്കുന്നില്ല. എപ്പോഴാണോ ആ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് അപ്പോൾ തന്നെ ഇത് പ്രകൃതി ഗുണസംഭവമായിട്ട് ത്രിഗുണാത്മകമായി പ്രകൃതി സംഭവിക്കും. അപ്പോൾ ഈ പറഞ്ഞ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് എന്താണ്? ഇതൊരു അന്വേഷകൻ്റെ മുമ്പിലുള്ളൊരു ചോദ്യമാണ്. അത് അന്വേഷകൻ കണ്ടുപിടിക്കേണ്ടതായ ഉത്തരവുമാണ്. അവൻ്റെ ബോധാവസ്ഥയിൽ മാത്രം അതിന് ഉത്തരം കിട്ടുന്നു. അത്തരത്തിൽ ഒരു അസന്തുലിതമായിരിക്കുന്ന അവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ സത്വരജസ് തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് പ്രഭവം ഉണ്ടാവുകയാണ്. ആകാശാത് വായു, വായുരഗ്നി, അഗ്നിരാവഹ എന്ന് പറഞ്ഞിട്ട് ഓർന്നിട്ടുണ്ട്. അവിടെ ഈശ്വരനില്ല. ശേശ്വര സാഖ്യന്മാർ പിൽക്കാലത്ത് ഒരധ്യക്ഷനായൊരു ഈശ്വരനെ അവിടെ ആരോപിച്ചു. പക്ഷെ ആ ഈശ്വരൻ ഒരിക്കലും അതിനകത്ത് കാര്യകർത്താവല്ല, വെറും ഒരു നിരീക്ഷകൻ മാത്രമാണ്. അവിടെ പ്രകൃതി പുരുഷ സംയോഗം, ആ പ്രകൃതി പുരുഷനിൽ നിന്നും ഇതുമായിട്ട് ബന്ധമുള്ളതല്ല, വളരെ വ്യത്യസ്തമായ വിഷയമാണ്. ഒരിക്കലും ഈ ശാരീരികമായിട്ട് കണ്ടിരിക്കുന്ന പ്രകൃതിയും പുരുഷനെയൊക്കെയാണ് പല കവികളും പല സാഹിത്യന്മാരൊക്കെ ഈ സാഖ്യദർശനങ്ങളിലുള്ള സംഗതിയെ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നത്. അതിപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ബ്രഹ്മൻ എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് ജർമ്മൻകാർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മനെക്കുറിച്ച് വാദിക്കുന്നവരെ ബ്രാഹ്മനിക്കൽ തിയറീസ് എന്നാണ് എന്നെ വിളിച്ചത്. ബ്രഹ്മനിക്കൽ തിയറീസ് എന്ന് പറയില്ല, ബ്രാഹ്മൻ എന്നേ പറയുള്ളൂ, ബ്രാഹ്മനിക്കൽ തിയറീസ് എന്നേ പറയുള്ളൂ. അപ്പോൾ ബ്രഹ്മവാദികളും ശൂന്യവാദികളും തമ്മിലായിരുന്നല്ലോ ഇവിടെ പ്രശ്നം മുഴുവൻ. അപ്പോൾ ബ്രാഹ്മനിക്കൽ തോട്ട്സ് എന്ന് പറയുന്നതിന് ഇപ്പോൾ ഉള്ള ഗൂഗിൾ മലയാളം വായിക്കുന്നവർ യോഗ, ചക്ര എന്നൊക്കെ പറയുന്നവരുണ്ട്. ചക്രം എന്ന് പറയാൻ അറിഞ്ഞൂടാ, അവർക്ക് ചക്ര എന്നേ പറയാൻ അറിയുള്ളൂ. യോഗം എന്ന് പറയാൻ അറിഞ്ഞില്ല, യോഗ എന്നേ പറയാൻ അറിയുള്ളൂ. അതുപോലെ ബ്രാഹ്മണിക്കൽ എന്നുള്ളത് മലയാളത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബ്രാഹ്മണിക്കൽ എന്നാണ്. അത് ബ്രാഹ്മണന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വിചാരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ഉഗ്രമായിരിക്കുന്ന രോഷവും എല്ലാം കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരെ ഞാൻ കാണാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ല. ജർമ്മൻകാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവർ ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ അബദ്ധങ്ങളിൽ ഒന്നിത് ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്ന അവർ ബ്രാഹ്മിൻസ് എന്നുള്ള അർത്ഥം ആണെന്ന് തെറ്റിദ്ധരിച്ചു ഇവിടെയുള്ളവർ. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നത്. ഒരു 4 വർഷം മുമ്പ് നമ്മുടെ കാലടിയല്ല ആലുവയ്ക്കടുത്ത് ശാന്തിഗിരി മാർത്തോമക്കാരുടെ ശാന്തിഗിരി ആശ്രമത്തിൽ നമ്മളൊരു കോണ്ടംപ്ലേഷൻ ഒരു ക്യാമ്പ് നടത്തുകയുണ്ടായി. ആ കോണ്ടംപ്ലേഷൻ ക്യാമ്പിൽ ഒരു ജർമ്മൻകാരൻ സംബന്ധിച്ചു ഒരു ദിവസം. അദ്ദേഹം ഒരു റിസർച്ച് സ്കോളറാണ്, അദ്ദേഹം ഒരു അദ്വൈത റിസർച്ച് സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു സംഗതി നമ്മൾ ഇന്ത്യക്കാർക്ക് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. മനസ്സിൻ്റെ എല്ലാ ഘടകങ്ങൾക്കും ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ കണക്കുകൂട്ടലിലല്ലാത്ത തരത്തിലാണെങ്കിൽ പോലും പദാർത്ഥങ്ങളുണ്ട് എന്ന് അനുമാനിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.